വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തി 2.5 വർഷത്തിന് ശേഷം പ്രതിയെ വെറുതെ വിടുമ്പോൾ സംഭവം നടന്ന സമയത്ത് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം ഇന്നും പാലിക്കപ്പെട്ടിട്ടില്ല. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമായി ഉണ്ടാകണമെന്ന് കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ES ബിജിമോൾ ആവശ്യപ്പെട്ടു. 2021 ജൂൺ 30-ന് വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരി ക്രൂരമായ പീഡനത്തിനിരയായി കൊല ചെയ്യപ്പെട്ടപ്പോൾ വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കി. വനിതാ കമ്മീഷൻ അടക്കമുള്ളവർ വിഷയത്തിൽ ഇടപെട്ടു. തോട്ടം തൊഴിലാളികളായ മാതാപിതാക്കൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഒറ്റയ്ക്കാണെന്നും കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നും അന്ന് ഉറപ്പും നൽകി. എന്നാൽ സംഭവം നടന്ന 2.5 വർഷം പിന്നിടുമ്പോഴും ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. ഇന്നും ഈ എസ്റ്റേറ്റ് ലയങ്ങളിൽ കുട്ടികൾ സുരക്ഷിതരുമല്ല. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടൽ ആവശ്യപ്പെട്ട് കേരള മഹിളാ സംഘം സംസ്ഥാന സെക്രട്ടറി ES ബിജിമോളും രംഗത്തെത്തി. തോട്ടം മേഖലയിലെ കുഞ്ഞുങ്ങളുടെ സ്ഥിതി എന്ന് പറയുന്നത് പരമദയനീയമായിട്ടുണ്ട്. അവർ പ്രധാനമായിട്ടും അംഗനവാടികളെ മറ്റ് സ്ഥാപനങ്ങളെയൊക്കെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പോൾ ഒരു അവധി ദിവസം അംഗനവാടികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾ ആ സമയത്ത് ഇപ്പോൾ ഞായറാഴ്ച പണിക്ക് മാതാപിതാക്കൾ പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഒറ്റയ്ക്ക് വീടുകളിലായി പോകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ കുട്ടികളെ പരിപാലിക്കുന്നതിന് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഒരു ശക്തമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് അഭിപ്രായം. വണ്ടിപ്പെരിയാർ സംഭവം മാത്രമല്ല, ഇതിനുശേഷവും തോട്ടമേഖലയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെ അതിക്രമങ്ങളും പീഡനവും നടന്നിട്ടുണ്ട്. എന്നിട്ടും അടച്ചുറപ്പില്ലാത്ത എസ്റ്റേറ്റ് ലയങ്ങളിൽ ഒറ്റയ്ക്കിരിക്കേണ്ടി വരുന്ന കുട്ടികളുടെ സുരക്ഷ എന്നത് കേവലം സർക്കാർ പ്രഖ്യാപനം മാത്രമായി അവശേഷിക്കുന്നു. ലോകത്തിന്റെ നെറുകയിൽ ഇടം നേടിയ സാംസ്കാരിക കേരളത്തിന് കളങ്കമായി മാറിയ വാളയാറും വണ്ടിപ്പെരിയാറും ആവർത്തിക്കാതിരിക്കാൻ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താം. വീഡിയോ ജേർണലിസ്റ്റ് S ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.